കഴിയുകയും ശോകം ഇതുവരെയും വന്നിട്ടില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് ഒരുപാട് ദിവസമായി, ഏതാണ്ട് 2 മാസം അടുപ്പിച്ചാവാറായി. പക്ഷേ എനിക്കിപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണ സമയത്ത് ഒരു വേദനയായിരുന്നു കേട്ടോ, നെഞ്ചിനകത്ത് ഭയങ്കര ഒരു വേദന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. അപ്പം അന്നത്തെ ദിവസത്തെ വ്ളോഗാണ് ഞാൻ അന്ന് എടുത്തത്. പക്ഷെ സത്യം പറയാലോ, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ എടുക്കുന്ന ഒരു വ്ളോഗായിരുന്നേ. കാരണം വ്ളോഗ് എടുക്കാനായിട്ടുള്ള ഒരു നല്ല സന്തോഷമുള്ള സമയമൊന്നും ആയിരുന്നില്ല. ശരിക്കും നല്ല വേദനയും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നേ. ഇന്ന് വസുവിൻ്റെ ബർത്ത്ഡേ അല്ല, ജന്മനാളാണ്. അതായത് ജനിച്ച നക്ഷത്രം വരുന്ന ദിവസമാണ്. റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ അന്നാണ്, നമ്മൾ ഈ ഡേറ്റ് നോക്കിയപ്പോഴാണ് അറിയുന്നത് ജന്മനാളിൻ്റെ അന്നാണ് പോകുന്നതെന്നേ. എന്തായാലും അങ്ങനെ വന്നതും നല്ല കാര്യം. കാരണം ജന്മനാളിൻ്റെ അന്ന് വീട്ടിൽ എന്തായാലും സദ്യ വയ്ക്കും. അപ്പോൾ ഈ സദ്യ കഴിച്ചിട്ട് തിരിച്ച് ദുബായിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ സദ്യക്കുള്ള പരിപാടി നടത്തിയാണ്. ഏട്ടനും കുഞ്ഞും കൂടി രാവിലെ അമ്പലത്തിൽ പോയതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ രണ്ടുപേരോട് അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടിയിട്ട് പോയി. ഇതിനിടയ്ക്ക് എനിക്ക് രാവിലെ വർക്കുണ്ട്. അപ്പോൾ ഇത് ഏപ്രിൽ 11 ഏട്ടൻ തിരിച്ച് കയറി പോകുന്നത്. കുഞ്ഞിൻ്റെ ജന്മനാൾ അന്നാണ്. അപ്പോൾ എനിക്ക് രാവിലെ മേക്കപ്പ് ഉണ്ട്. 12-ാം തീയതി ഒരു വെഡ്ഡിങ്, ഒന്നല്ല 2-3 വെഡ്ഡിങ് ഉണ്ട്. അതുകൂടാതെ തന്നെ 11-ാം തീയതി അതിൻ്റെയൊക്കെ റിസപ്ഷൻസും ഉണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനും കൂടെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂളിംഗ് ആണ്. കാരണം എനിക്ക് തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് 3 മണിയാകുമ്പോഴെങ്കിലും എത്തണം. പിന്നെ പോരാത്തതിന് ജന്മനാളാണ്, പായസം, പരിപാടി, കാര്യങ്ങൾ, വർക്ക്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. എത്രയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാലും ഇവിടെ സദ്യ വയ്ക്കുമ്പോഴത്തേക്കും പായസം കടലപ്പായസം ആയിരിക്കും. കാരണം കടലപ്പായസം ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ പായസം വെച്ചാൽ തന്നെ മനസ്സമാധാനമായിട്ട് കുടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ പായസം വയ്ക്കണത്. പിന്നെ ഏട്ടനും വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് കടലപ്പായസം കുടിച്ചിട്ടില്ല, പുറത്തുനിന്ന് കുടിച്ചതേ ഉള്ളൂ, സദ്യാലയത്തിൽ പോയി കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ച് ഇന്ന് തന്നെ പിന്നെ പായസം വയ്ക്കാം, അതും കടല തന്നെ വയ്ക്കാൻ, സമയമില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല മൂടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങ് വയ്ക്കുന്നതാണ് കണ്ണും അടച്ച്. അമ്മ അപ്പോൾ രാവിലത്തെ ബാക്കിയുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടന് കൊണ്ടുപോകാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും വേണ്ട, നമ്മൾ തലേ കൈ വെച്ച് ചോദിച്ചു എന്ത് വേണം, എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ. അപ്പം ഇപ്പം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, വേണ്ട, ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, അച്ചാറോ ഒന്നും. സാധാരണ വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാവയ്ക്കൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾക്ക് മുമ്പ് തന്നെ അമ്മ സെറ്റ് ചെയ്തു, പാവയ്ക്ക, മുളക്. എന്നിട്ടും ആൾക്കൊന്നും വേണ്ട, അതുപോലും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. പാവയ്ക്കൊക്കെ ഉണക്കി ഈ പറയും പോലെ മുളകൊക്കെ ഉണക്കിയത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു നേരത്തെ കറിക്കുള്ളതായി. ഇപ്പം എന്തെങ്കിലും കാപ്പി പുട്ടങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഈ പറയും പോലെ മുളകെടുത്ത് വറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു കറിക്ക് പകരമായി. അപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞ് ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നേ. കാരണം ഏട്ടൻ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പിന്നെ വേവിക്കാതെ കുറേ നാൾ വേവിക്കാതിരുന്ന് പിന്നെ വേവിക്കുക അത്ര പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ആൾ അപ്പോഴങ്ങനെ പറഞ്ഞത്. ഞാൻ നല്ലപോലെ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നല്ല ചൂടായിരുന്നു. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവും പകലും ഒക്കെ ഒരേപോലത്തെ ചൂട്. ഏട്ടനായിരുന്നു അത് കൂടുതൽ സഹിക്കാനുള്ള ബുദ്ധിമുട്ടായി. കാരണം അവിടെ ഇത്രയും ചൂടില്ലായിരുന്നു. അവിടെ ചൂടില്ലാതെ ഇരുന്ന് ഇവിടുത്തെ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഫാനും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഫാന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം കൊണ്ടേ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരാം, നാളെ വരാം. ഒരു തവണ ഇടയ്ക്ക് വന്നു, എന്തോ ശരിയാക്കി ഇട്ടിട്ടങ്ങ് പോയി. പക്ഷേ അതിന് സ്പീഡില്ലായിരുന്നു, കപ്പാസിറ്റർ അങ്ങനെ എന്തോ മാറ്റാൻ വേണ്ടിയുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ച്, പക്ഷേ സമയത്തിനും കാലത്തൊന്നും ആ ഇലക്ട്രീഷ്യൻ വന്നിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചൂടും ഒന്നും പുറത്ത് പോവാതെ സഹിച്ചു എന്ന് വേണം പറയാൻ. ശരിക്കും നല്ല പോലെ വിയർത്ത് കുളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് AC വാങ്ങാമെന്ന തീരുമാനത്തിൽ വരെ എത്തിയതാണ്. പിന്നെ വിചാരിച്ച് AC വാങ്ങുമ്പോഴായിരിക്കും കറക്റ്റ് മഴ പെയ്യുന്നത്, അതുകൊണ്ട് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ നോക്കാമെന്നത് തള്ളി നീക്കിക്കൊണ്ടുപോയി. പക്ഷേ
എനിക്കൊരു സ്റ്റേജൊക്കെ എത്തിയപ്പോൾ തോന്നി AC വാങ്ങിക്കണതായിരിക്കും ബെറ്റർ എന്ന്. കാരണം അമ്മാതിരി ചൂടായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ ഇത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് റബ്ബറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇത്രയും ചൂട് വന്നത്. അത്രയ്ക്കും ചൂടായി പോയത് അതിന് ശേഷമാണ്. പക്ഷേ ആദ്യം നല്ല തണുപ്പായിരുന്നു. അതൊക്കെ എന്തായാലും പോട്ടെ, ഞാൻ നല്ല രീതിയിൽ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കുന്നത് ശരിയാണോ, വീഡിയോ കറക്റ്റായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഹെഡ് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. ജന്മനാളാണെങ്കിലും നമ്മൾ അങ്ങനെ ആരെയും വിളിച്ചതൊന്നുമില്ല, തന്നെയും കണ്ണനും കാണും, പിന്നെ മാമനും ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആരെയും വിളിക്കാൻ ഉള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ പോരാത്തന്നെ ഈ ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കിയതിന് ശേഷം അപ്പുറത്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറ്റിയിരുന്നില്ല ആ ഒരു മാനസികാവസ്ഥയിൽ. എത്ര തവണ വന്നിട്ട് പോകണമെന്ന് പറഞ്ഞാലും ശരി, ഈ ഒരു ദിവസം അത് സഫർ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഏട്ടൻ നാട്ടിലോട്ട് വരുന്നുണ്ട്, ലീവിന് വരും എന്ന് പറഞ്ഞു, ഡേറ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ലീവിന് വരും എന്ന് പറഞ്ഞ സമയത്തും എൻ്റെ മനസ്സിനകത്തുള്ളൊരു വേദന എന്ന് പറയുന്നത് തിരിച്ച് കയറിപ്പോണത് ചങ്ക് പൊടിഞ്ഞ് നിന്ന് കാണണ്ടേ എന്നുള്ളൊരു വേദനയായിരുന്നേ. ശരിക്കും ഞാൻ അതാണ് വരണമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മൈൻഡിൽ വന്ന സ്പാർക്ക് അതാണ്. സന്തോഷം ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷം തന്നെയാണ്. പക്ഷെ അതിനേക്കാളുപരി എൻ്റെ മെമ്മറിയിൽ അല്ലെങ്കിൽ എൻ്റെ തലയിൽ പെട്ടെന്ന് സ്പാർക്ക് കണക്ക് മിന്നി മറഞ്ഞ ഒരു വേദന ഇതാണ്. തിരിച്ച് റിട്ടേൺ പോകുന്ന വേദന, അത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കും കൂടെ തിരിച്ചങ്ങ് കയറിപ്പോയിക്കൂടെ, അവിടെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന്. ഞാൻ ഒരു കാലത്ത് പാസ്പോർട്ട് വരെയും എടുത്ത് വച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ കുറച്ച് ഹോംലിയാണ്. എനിക്ക് എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരുടെയും നിവൃത്തികേട് കൊണ്ടാണ് അവർ പുറത്തുള്ള പ്രവാസ ജീവിതം നയിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മോനെ വിട്ടു പോവുക, നാട് വീട്, അതൊന്നും എന്നെക്കൊണ്ട് പറ്റണ കാര്യമല്ല. പോരാത്തതിന് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഞാൻ കടിച്ചു പിടിച്ച് നിന്ന് സഫർ ചെയ്ത് ഞാൻ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം ഞാൻ അത്രത്തോളം ഞാൻ ഇവിടെ ഓരോന്നും തൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റഡ് ആക്കണം. എനിക്ക് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ലൈഫിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റൂല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, ബിസിനസ്, മേക്കപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഇനി ചിന്തിക്കാൻ കൂടി എനിക്ക് പാടായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ മടക്കി വെച്ചതിൽ എൻ്റെ ഏതെങ്കിലും ഒരു സാധനം ഇവിടെ വച്ച് മറന്നിട്ട് പോവും. അത് ഞാൻ മറന്നതും ഇല്ല, ഞാനത് എടുത്ത് വയ്ക്കണം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ആ സാധനം തപ്പാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈലിയും ഒരു ബുക്കുമായിരുന്നു. ബുക്ക് പിന്നീടാണ് കിട്ടിയത്. ഒരു കൈലിയും ഒരു വേറെന്തോ ഒരു സാധനത്തോടാണ് നോക്കിയത്. ഞാനത് ഫുള്ള് അരിച്ച് പറക്കി, അവിടെ എങ്ങും കാണാനില്ല. എന്നാൽ പിന്നെ ഞാൻ ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളൊരു ചിന്തയായേ. സാധാരണ ഞാൻ അതെടുത്ത് വേറെ എങ്ങും വെക്കാറില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കുഴയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതേപോലെ കിട്ടിയതായിരുന്നു ആ കൈലി കേട്ടോ. കുറേ മണിക്കൂർ ആ കൈലിയുടെ പിറകെയായിരുന്നു, പക്ഷേ കിട്ടിയിരുന്നില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ലെന്ന്. പിന്നെ ദാ എണ്ണ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ സ്നാക്സ് എങ്കിലും വാങ്ങിക്കും, വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുകയെങ്കിലും ചെയ്യുമല്ലോ, റൂമിലുള്ളവർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെഞ്ഞാറമൂട്ടി SVSൽ പോയി കുറച്ച് സ്നാക്സ് എങ്കിലും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതും ഞാൻ പറഞ്ഞു ഇതെന്താ കുറഞ്ഞു പോയല്ലോ, കുറച്ചുകൂടെ വാങ്ങിക്കാത്തത് നമുക്ക് എന്ത് കൊടുത്താലും അതിപ്പോൾ എനിക്കായാലും അമ്മയ്ക്കായാലും നമുക്കൊരു സംതൃപ്തി വരില്ല കേട്ടോ. ഇനിയും കൊടുക്കായിരുന്നു എന്നൊരു തോന്നലാണ്. പിന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, നമ്മൾ ഈ മുതിർന്നവരുടെയൊക്കെ വേദനയും വിഷമവും ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങ് സെറ്റായി നമ്മൾ ആ ഒരു സന്ദർഭവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ ഞങ്ങളുടെ മോനെക്കുറിച്ചാണ് എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നത്. അവൻ എങ്ങനെ ആ ഒരു അതായത് ഏട്ടനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ഫോൺ വിളിച്ചാൽ അവൻ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ ഏട്ടൻ നാട്ടിൽ വന്ന സമയത്ത് ഏട്ടനും 5 മിനിറ്റ് അവൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല, ഈവനും 5 മിനിറ്റ് ഏട്ടൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. അപ്പം അവൻ എങ്ങനെ അതിനെ സഫർ ചെയ്യും, അവൻ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, മറികടക്കുമെന്ന് എനിക്ക് ടെൻഷനായിരുന്നു. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പേടിച്ചു അവനിനി പനി എങ്ങാനും വരുമായിരിക്കുമോ എന്നൊക്കെ ഉള്ള ഫുൾ ടെൻഷനിലായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി കമ്മലൊന്ന് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആദ്യം മുമ്പേ കിടന്ന കമ്മൽ അത്ര നല്ല ഡിസൈൻ അല്ലായിരുന്നു, പക്ഷേ എനിക്ക് ആ ഡിസൈൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ വേറൊരു കമ്മലൊക്കെ വാങ്ങിച്ച്, പിന്നെ പല്ലിനുള്ള, അതായത് പല്ലിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സ്മൈൽ കറക്ഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓയിൽമെൻറ്റും പേസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു.
സദ്യ വസൂട്ടൻ്റെ ജന്മനാൾ സദ്യയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെടച്ചടിച്ചാണേ വന്നത്, കാരണം ലേറ്റായി പോകുമെന്ന്. അപ്പോൾ ഇതിനിടയിൽ വസൂട്ടിന് വിശന്നു, കാരണം ജ്വല്ലറി നിൽക്കുന്ന സമയം കുറച്ചധികം സമയം. പിന്നെ ഇവരെല്ലാവരും കൂടെ എന്നെ വെയിറ്റിംഗ് ചെയ്ത് നിന്നേ, കാരണം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജ്വല്ലറി പോയി, പിന്നെ അതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് പെടച്ചടിച്ചാണ് ഈ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ധന്യം കണ്ണടനും വരും. അപ്പോൾ അവരും കൂടെ കഴിച്ചിട്ട് വേണം നമുക്കിനി എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കയ്യിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നേ, പക്ഷേ ആ കയ്യിൽ ഞാൻ എവിടെ എടുത്ത് വെച്ചെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഏട്ടൻ പോയി 1 മാസം കഴിഞ്ഞതിന് ശേഷം ആ കയ്യിൽ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പറയും എങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാം. അപ്പോൾ അപ്പോഴേക്ക് വേണ്ട, കുഴപ്പമില്ല, അതിപ്പോൾ അർജൻറ്റ് ഇല്ല എന്ന് പറയും. പക്ഷേ എന്നാലും ആ സാധനം അന്നത്തെ ഒരു ദിവസം മിസ്സിങ് ആയി പോയില്ലേ. അതും ഞാൻ എങ്ങും എടുത്ത് വെക്കാത്തടത്തായിരുന്നു അതിനകത്ത്, എൻ്റെ ഡ്രസ്സിൻ്റെ കബോർഡിൻ്റെ അകത്തായിപ്പോയി. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, കാരണം ഇത് എടുത്തിട്ട് കുറച്ച് നാളായി. എന്തൊക്കെയോ ആണ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾക്ക് നമ്മൾ ബീഫ് എങ്ങാണ്ടോ വരട്ടി കേട്ടോ. ബീഫ് വരട്ടി പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ പരുവത്തിന്, അതായത് അവിടെ വേവിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പം പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പോണത് ഐ തിങ്ക് ശനിയാഴ്ച എങ്ങാണ്ടേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് ബീഫ് വരട്ടിയതും പിന്നെ എന്തോ പത്തിരിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പാക്ക് ചെയ്ത് കൊടുത്തയക്കുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിറ്റേ ദിവസം ആവി കയറ്റി കഴിക്കാം. സത്യം പറയാലോ, അതൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ കാലിലൊക്കെ നല്ല വിറയിലായിരുന്നേ. എന്നെ ആദ്യമായിട്ടാണോ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ല, ആദ്യമായിട്ട് പോയപ്പോഴും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ഒന്ന് എല്ലാവരും ചോദിച്ചു പെട്ടെന്ന് വന്നിട്ട് പോയോ എന്ന്. അല്ല, 1 മാസത്തിൽ കൂടുതൽ, ഒരു 35 ദിവസത്തോളം പുള്ളി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിഴലായി കൂടെ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഈ പറയും പോലെ ഇങ്ങനെ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. എനിക്ക് വണ്ടി ഓട്ടിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ട് കൂടിയില്ല. അപ്പോൾ എല്ലാത്തിനും, ഈവൻ ഇത് മാത്രമല്ല, ഏതൊരു കാര്യം എടുത്താലും പുള്ളി കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കംപ്ലീറ്റ് എന്തുണ്ടെങ്കിലും, വീട്ടിലെ കാര്യമാവട്ടെ, കടയിലെ കാര്യമാവട്ടെ, എന്ത് കാര്യത്തിനും ഇനി ഞാൻ ഇറങ്ങണം കേട്ടോ. ഈ 1 മാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുണയുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു അവസ്ഥ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളാൾ കൂടെ ഉള്ളപ്പം നമ്മളൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഡ്രൈവിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയും പോലെ ഒന്ന് ടയേർഡായാൽ പോലും നമ്മൾ അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പറയാം. പിന്നെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റില്ല എങ്കിലും ഈവൻ ഒരു 80% ഞാൻ പുള്ളിയെ ആശ്രയിക്കാറുണ്ട്. പിന്നെ ഇനിയിപ്പം 100% ബാക്കിയെല്ലാം ഞാൻ ചെയ്യണം. അതിനേക്കാൾ ഉപരി നമുക്ക് മൈൻഡിനുണ്ടാവുന്ന ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു മിസ്സിങ്ങാണ്. നമ്മൾ പിന്നെ ഈ 1 മാസം മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കാരണം എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലും, പിന്നെ ഇപ്പോൾ ഒരു 10-15 ദിവസം ആൾക്ക് പല്ലിൻ്റെ കാര്യത്തിലുള്ള ഒരു കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ടൈം അധികം എടുത്തു കേട്ടോ. അപ്പോൾ ഒരു 15 ദിവസമേ സത്യം പറഞ്ഞാൽ കിട്ടിയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും എടുക്കും. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ പോകണം ഇവിടെ പോകണം, ഒരു 4-5 ദിവസം കിളികൾ പറന്നു കേട്ടോ. അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. അപ്പോൾ പോകാനുള്ളിടത്തൊന്നും പോയില്ല. ലാസ്റ്റ് ആയപ്പോഴാണ് 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയത്. പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് മുടങ്ങിപ്പോയി. പിന്നെ എല്ലാവരും ഫോൺ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ കൺജസ്റ്റഡ് ആയിപ്പോയി. പക്ഷേ അതിലൊരു പ്രശ്നം വന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 15 ദിവസം ആളുടെ പല്ലിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് അതായിരുന്നു മെയിൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കൊടുത്തു. പിന്നെയുള്ള 15 ദിവസമാണ് ആകെ കൂടെ കിട്ടിയത്. 15-17 ദിവസം. ലാസ്റ്റ് ആയപ്പോൾ അമ്പലത്തിൽ പോക്ക്, എൻ്റെ മുന്നേ എനിക്ക് അറിയത്തില്ല, ദിവസങ്ങൾ തികഞ്ഞില്ല. സാധനങ്ങളെടുത്ത് പറക്കി വെക്കണതൊക്കെ ഈ 1 മണിക്കൂറിന് മുമ്പാണ് സാധനങ്ങൾ വരെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഓട്ടമായിരുന്നു. എനിക്ക് പിന്നെ കടയൊക്കെ ഉള്ളതുകൊണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ കട ഉള്ളതുകൊണ്ട് കട അടച്ചിട്ട് പോകാൻ പറ്റൂലായിരുന്നു. കടയിലും പിന്നെ 1-2 ദിവസം സ്റ്റാഫില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം കിളികൾ പറന്ന്. പിന്നെ ഓഫ് സീസണിലാണ് ആൾ വന്നത് എങ്കിലും നമ്മൾ വിചാരിച്ചിരുന്ന സമയത്ത് ഓഫ് സീസണിൽ ആൾ എത്തിയിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞാണ് ഓഫ് സീസണിൽ കയറി വരണത്. അപ്പോൾ സീസൺ ടൈം ആയപ്പോഴാണ്, അതായത് എൻ്റെ മേക്കപ്പിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും
എനിക്ക് പിന്നെ വീട്ടിലിരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ പിന്നെ പുറത്തായിരുന്നു, പുറത്ത് വർക്ക്, പാർലർ, അങ്ങനെ നമുക്കിപ്പോൾ ബിസിനസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരിക്കാൻ വളരെ പാടാണ്. എന്നിട്ടും ഷോപ്പ് തുറന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഒരു വർഷം കഴിഞ്ഞു, ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷത്തിനിടയിൽ ഇത്രയും ദിവസമെങ്കിലും ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് ഏട്ടൻ വന്നതുകൊണ്ട് മാത്രമോട് ഞാൻ ലീവൊക്കെ എടുത്ത് വീട്ടിൽ നിന്നത്. കാരണം നമ്മൾ അത്രയും 2.5 വർഷം കഴിഞ്ഞിട്ട് വരുന്നത്, അപ്പോൾ അത്രയെങ്കിലും നമ്മൾ പ്രസൻസ് വീട്ടിൽ വേണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വേണമല്ലോ എന്ന് ഞാനും ആഗ്രഹിച്ചു. ഇതിനിടയിൽ കടയിൽ പോകുന്ന ദിവസം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ പറച്ചിത്ത വിളിക്കും കേട്ടോ. നിനക്ക് ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കാൻ വയ്യേ, നിനക്ക് ഇന്ന് പോയാലേ പറ്റുള്ളായിരുന്നു ആ കടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ ശരിക്കും വഴക്കുറയും കേട്ടോ. പക്ഷേ നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം തുടങ്ങി നമ്മളെല്ലാം ഒരു ലെവലിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതെല്ലാം പോകും. അപ്പം നമുക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം. ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കുമല്ലോ, അപ്പോഴാണ് ഇതെല്ലാം മനസ്സിനകത്ത് കയറി വരുന്നത് കേട്ടോ. ഇത്രയും കിടന്ന് ഓടുന്നു, കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നില്ല, ഫാമിലിയുടെ അടുത്തിരിക്കുന്നില്ല എന്നൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയുമല്ലോ, എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോണ ദിവസങ്ങളുണ്ടാവും കേട്ടോ. അതൊക്കെ എന്തായാലും പോട്ടെ. അങ്ങനെ എൻ്റെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പോകാറാകുമ്പോൾ സ്ഥിരം എനിക്ക് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏട്ടൻ്റെ നിന്ന് കേട്ടോ. ഏട്ടൻ പറയും, എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും നീ നശിപ്പിക്കരുത്. കൊച്ചുങ്ങളോട് പറഞ്ഞേക്കാളും അപ്പുറം കേട്ടോ, ഇതൊന്നും നീ നശിപ്പിക്കരുത്, ഇതേപോലെ തന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ എനിക്ക് സാധനങ്ങൾ തിരിച്ച് കാണിച്ച് തരണം, എൻ്റെ കയ്യിൽ തരണം. പിന്നെ എന്നെ കംപ്ലീറ്റ് പറയും. സ്കൂട്ടിയുടെ കാര്യത്തിലൊക്കെ ആൾ പറയും, സ്കൂട്ടി അങ്ങനെയാണ്, ഇതാണ്, അതിൻ്റെ പണിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കാറ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറേ. അപ്പോൾ എനിക്കിതൊന്നും തലയിൽ കയറൂല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഫോൺ വിളിക്കും. അതായത് ആളെ പുള്ളി എത്തിയിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞൊക്കെ ഞാൻ അത് വീണ്ടും ചോദിക്കും, എന്തിനാണ് അന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ നല്ല ചീത്ത വിളിച്ചിട്ട് പറയും, ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു തന്നതല്ലേ എടി, ഇങ്ങനെ നോക്കണം, അതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. സ്ഥിരം ഇതാണ് പരിപാടി, എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് ആണെങ്കിൽ എനിക്ക് ശരിക്കും നല്ല രീതിയിൽ കേൾക്കും. ഇതിനായിട്ട് എനിക്ക് സ്കൂട്ടിയുടെ കാര്യത്തിലായിരിക്കും കിട്ടണം കേട്ടോ. അപ്പം സൈഡ് മിററൊന്നും ഇല്ല. അപ്പോൾ ആളെന്നെ വഴക്ക് പറയും, സൈഡ് മിററൊന്നും ഇല്ലാതെ നീ എങ്ങനെയാണ് വണ്ടി ഓടിക്കണത്, ഹെഡ്ലൈറ്റ് വർക്ക് ആവൂലെന്ന്. അങ്ങനെ പിന്നെ ഏട്ടൻ എന്ത് ചെയ്തു, നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ഇല്ലാതെ പറ്റൂലല്ലോ. അപ്പം ഞാൻ അതൊരു നേക്കിനാണ് ഓട്ടിക്കണത്. ഞാൻ ഓട്ടിക്കുമ്പോൾ ആ ഹെഡ്ലൈറ്റ് വർക്കാവും. അങ്ങനെ ഏട്ടൻ സ്കൂട്ടി കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്ന് തന്നു കേട്ടോ. മര്യാദയ്ക്ക് ഓട്ടിക്കണം, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പോഴേ വർക്ക്ഷോപ്പിൽ കയറ്റി പണിതിട്ടേ പിന്നെ വണ്ടി എടുക്കാവുള്ളൂ, നീ എപ്പോഴും ഈ വണ്ടിയിലാണ് പോകുന്നതെന്നുള്ള ബോധം നിനക്ക് വേണം എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ തന്നിട്ടായിരിക്കും പോണത്. പക്ഷേ ഏട്ടൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഹെഡ്ലൈറ്റ് വർക്കാവുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ നേക്കിൽ അത് എടുക്കുമ്പോൾ അത് വർക്കാവും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കാറിൽ കയറി തിരിച്ച് നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും കൂടുതൽ വേദന കേട്ടോ. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകം തുറന്ന് റൂമിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. എൻ്റെ പൊന്നെ, അത് ഭയങ്കരമാണ്. ആ ഇട്ടുന്ന ഡ്രസ്സോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. ഞാൻ കരയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ബസൂട്ടൻ കരയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ബസൂട്ടൻ കരഞ്ഞില്ല. പക്ഷെ ഞാൻ കരയൂല എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്, പക്ഷെ ഞാൻ കരയുന്നൊട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസൂട്ടനോട് അത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി. അത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബസൂട്ടനെ മിസ് ചെയ്യുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദന കേട്ടോ. അത് എൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ അവനെയും കൊണ്ടൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവൻ ഇല്ലാതെ പുറത്തോട്ട് പോവേയില്ല. 1-2 വട്ടമൊക്കെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഈവൻ ഒരു ജംഗ്ഷനിൽ പോകണമെങ്കിൽ അവനെ എടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ അത്രയും നല്ല ഒരു ബോണ്ടിങ് ആയിരുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്ക് അവിടെ എത്തി ബസ്സുവിനെ കണ്ടപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഏട്ടൻ കരയണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഏട്ടൻ കരയണത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഏട്ടൻ കരയണ കണ്ടപ്പോഴത്തേക്കും എനിക്കും പിടിച്ചിരിക്കാൻ പറ്റിയിരുന്നില്ല. എനിക്കും സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നേ. ഇതിനെ ഞാൻ ഏത് രീതിയിലാണ് നിർവചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നെഞ്ചിനകത്തുനിന്നൊരു പിടപ്പും ഒരു തീകാളലുമാണ് ഉണ്ടാകുന്നത്. അത് അണയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളെടുക്കും കേട്ടോ. ഒരു നെടുവീർപ്പോട് കൂടിയ നമ്മളെ പഴയ ഫോട്ടോസ്, നമ്മളിപ്പോൾ ഈ വന്ന സമയത്ത് നമ്മൾ ഊട്ടിയിൽ പോയി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാനും എടുക്കാനൊക്കെ പോയി. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ ഫോട്ടോസൊക്കെ കാണും. ഞാൻ മാക്സിമം എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുവേ.
ഇനി അടുത്ത ലീവിന് വരുന്നത് വരെ എൻ്റെ കുറേ ഒരുപിടി നല്ല ഓർമ്മകളെന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് അത് വീണ്ടും സ്റ്റേറ്റസ് ആക്കുക, അല്ലെങ്കിൽ അത് സ്റ്റോറി ഇടുക, അത് വീണ്ടും പോസ്റ്റ് ചെയ്യുക, അതിരുന്ന് കാണുക, ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ മെയിൻ ഹോബീസിലൊന്ന് കേട്ടോ. പിന്നെ സമയമില്ലാത്തത് കൊണ്ടായിരിക്കും ഇതൊന്നും ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. പിന്നെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്തിടും. ഇതൊക്കെ തന്നെയാണ്. ഈ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഏടാനോ എന്തുവാണിത്, കുറേ ആയല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ വില മനസ്സിലാവുന്നത് തിരിച്ച് ദുബായിൽ പോയി ആ റൂമിൽ ഇരിക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് ഓപ്പോസിറ്റാണ് നടന്നത്. വസൂട്ടന് ഞാൻ വിചാരിച്ചിരുന്ന പോലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവനോട് മുൻപേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നാട്ടിൽ ലീവിനാണ് വരുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ലീവിനാണ് വരുന്നത്, അച്ഛൻ തിരിച്ച് കയറി പോവും, അപ്പം നീ കരയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മളൊക്കെ പട്ടി മോങ്ങും പോലെ ഇരുന്ന് മോങ്ങലായിരുന്നേ. എൻ്റെ പൊന്നെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഞാൻ 2 ദിവസം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഒന്നും നമ്മൾ പുറത്തേക്ക് കാണിക്കില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ നല്ല കരച്ചിലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു റൂം, ആ വീട്, കാറ്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ ഏട്ടന്. എനിക്ക് എയർപോർട്ടിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സ്ഥലം എന്താ ഈ എൻട്രി സ്ഥലമാണ് കേട്ടോ. കാരണം അത് ഭയങ്കര ഒരു വേദനയാണ്. എന്നാൽ നമ്മൾ ആ ഒരു എക്സിറ്റ് സ്ഥലം അത് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്നാൽ തിരിച്ച് കയറ്റി വിടാതിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഓപ്ഷനില്ല. ജീവിതത്തിൽ ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ചെയ്ത് തീർന്നിട്ടില്ല. ജീവിതത്തിൻ്റെ പകുതി പോലും ജീവിച്ച് തീർന്നു. പക്ഷേ നമ്മൾ ഏണിങ്സിൽ നമ്മൾ ജീവിതത്തിൻ്റെ പകുതി പോലും സേഫ് ആക്കിയിട്ടില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറ്റത്തില്ല, ഇവിടെ തന്നെ നാട്ടിൽ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പറ്റില്ല കേട്ടോ. കഴിച്ചിട്ട് ഇറങ്ങാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പറയുമായിരുന്നു ദുബായിലോട്ട് തിരിച്ച് പോകണ്ടെന്ന്. എനിക്കിഷ്ടമല്ലായിരുന്നേ. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഇനി പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയത്. വസുവിൻ്റെ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു നന്നായിട്ട് മിസ്സാവും. അവൻ്റെ ആ ഒരു പ്രായത്തിൽ കളിയും ചിരിയും തമാശകളൊന്നും എന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത വരവിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ആ വരവിൻ്റെ കാത്തിരിപ്പും ലാസ്റ്റ് ഇതേപോലെ സങ്കടപ്പെട്ട് തിരിച്ചയക്കണം എന്നാലോചിക്കുമ്പോഴാണ് അത് അതിനേക്കാൾ വേദന. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് പോലെ ഇതിന് എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നാണല്ലോ. അത് അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ല കേട്ടോ. വിളിക്കാം, ഫോണിൽ കാണാം, സംസാരിക്കാം, ഫോട്ടോസ് അയക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ നമുക്ക് അടുത്തുണ്ടാവുന്ന പ്രസൻസും ഈ പറയും പോലെ ലോങ് നിൽക്കുന്ന പ്രസൻസും അത് ഭയങ്കര ഒരു വേദനയാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് ചുറ്റും ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലും ചില സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഈ സിറ്റുവേഷൻ ഒറ്റയ്ക്ക് സഫർ ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോകും കേട്ടോ. പിന്നെ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കടന്നു കഴിയാൻ കുറച്ച് കഷ്ടപ്പെടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ. സീ യു.